കോഴിക്കോട് ഫറോക്കിൽ വീടിന് മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞു. മുനിസിപ്പാലിറ്റി ചെയർമാൻ NC റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് നിർത്തിയിട്ട ലോറി മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൃശ്യ പുതിയടത്ത് വിവരണമായി ചേരുന്നു. ദൃശ്യ, ഇത് വീടിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ടല്ലോ പൂർണ്ണമായും. അജിംസ്, ഇന്ന് രാവിലെയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വീടിന്റെ മുൻഭാഗത്താണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞു വീണിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ ഭാഗത്തുള്ള റോഡടക്കം ഇടിഞ്ഞ് വീണ നിലയിലാണ്, വീടിന്റെ മുകളിലേക്ക് വീണ നിലയിലാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീടിന്റെ മുകൾ ഭാഗത്തെ ഓടടക്കം പൊളിഞ്ഞു പോയ ഒരവസ്ഥയുണ്ട്. ഈ സിമന്റ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയിലൊക്കെ ഈ ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെയോടെ, ഇന്ന് പുലർച്ചയോടെ ഈ ലോറി മറിയുന്നതും വീടിന്റെ മുകളിലേക്ക് വീഴുന്നതും. ഈ മുനിസിപ്പാലിറ്റിക്ക് മുൻവശത്ത് സമീപത്തുള്ള റോഡാണിത്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് മുനിസിപ്പാലിറ്റി ചെയർമാനായ NC റസാഖിന്റെ വീട്. അതിന് മുകളിലേക്കാണ് ഇപ്പോൾ ലോറി മറിഞ്ഞു വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യമാണ് ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭീതിതമായ ഒരു അപകടമാണ് ഉണ്ടായത്. വീടിന് മുകളിലേക്കാണ് സിമന്റ് ലോറി മറിഞ്ഞത്. വീടിന്റെ മുൻഭാഗം തകർന്നു. ഈ വീടിന്റെ ഉടമയും മുനിസിപ്പൽ ചെയർമാനും NC അബ്ദുൾ റസാഖ് ചേരുന്നു. അബ്ദുൾ റസാഖ്, വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ. നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 35 ടൺ ഭാരമുള്ള സിമന്റ് ലോറിയാണ് മറിഞ്ഞു പോയിട്ടുള്ളത്. ദൈവാനുഗ്രഹം കൊണ്ട് കുട്ടികളും ആർക്കും ഒരു അപകടമില്ലാത്തത് വലിയ ഭാഗ്യമായി തോന്നുകയാണ്. ആ സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല? ആ സമയത്ത് വീട്ടിലെല്ലാരും ഉണ്ട്. പക്ഷെ കുട്ടികൾ സ്കൂളിൽ പോയി, മകന് വണ്ടി എടുത്ത് പുറത്തു പോയി. ബാക്കിയുള്ളവരൊക്കെ അടുക്കള ചായപ്പണിയിലല്ലേ, രാവിലെ തന്നെ അല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പ്രശ്നം ഉണ്ടായില്ല. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. വീടിന്റെ മുൻവശം പൂർണ്ണമായി പൊളിഞ്ഞു പോയി അല്ലേ? പൂർണ്ണമായി പൊളിഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി റസാഖ്. ഏതായാലും അത്ഭുതകരമായാണ് ആളുകൾ രക്ഷപ്പെട്ടത് ആ അപകടത്തിൽ നിന്ന്. ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഒരു ലോറി, സിമന്റ് ലോറി അപ്പാടെ റോഡിൽ നിന്ന് താഴെയുള്ള വീട്ടിലേക്ക് മറിയുകയായിരുന്നു. വീടിന്റെ പോർട്ടിക്കോ ഉൾപ്പെടെയുള്ള മുൻവശത്തെ സിറ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു. ആ മതിലും തകർന്നു പോയിട്ടുണ്ട്. അത്ഭുതകരമായാണ് ആ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയ സമയമായിരുന്നു എന്നാണ് റസാഖ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ വീണ്ടും. ദൃശ്യ പുതിയടുത്ത് വീണ്ടും. ദൃശ്യ, ലോറി ഉയർത്തി മാറ്റിയോ അവിടെ നിന്ന്? അജിംസ്, ഇപ്പോൾ ലോറി ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ വലിയൊരു ലോറിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രയാസങ്ങളുമുണ്ട്. ഈ ലോറി മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴ്ന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോറി മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ഈ കഠിനമാണ്. ആ ഒരു പ്രദേശത്ത് മണ്ണിടിഞ്ഞ ഭാഗത്തുനിന്ന് വേണം ലോറി എടുത്തു മാറ്റാനായി. അതിനുള്ള ഈ ഉപകരണങ്ങൾ അടക്കം കൊണ്ടുവന്ന് വേണം അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ നിലവിൽ. എന്തായാലും ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ ആ ലോറി ഈ ഭാഗത്ത് തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ വീടിന്റെ മുകൾ ഭാഗത്തായിരുന്നു, മുകൾ ഭാഗത്തെ റോഡിലായിരുന്നു ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ലോറിയും ഈ റോഡും അടക്കം ഇടിഞ്ഞ് ആ വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായത്. വീടിന്റെ മുൻഭാഗം മുഴുവൻ ഇടിഞ്ഞ് താഴ്ന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് തന്നെ ആ ഭാഗത്ത് ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. ലോറിയിൽ ഡ്രൈവറും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ വീടിനകത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സ്കൂൾ പോവുകയും ഈ വീടിനകത്തുള്ളവർ അടുക്കള ഭാഗത്തൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീടിന്റെ മുൻഭാഗം സ്ഥിരമായി ആളുകൾ ഉണ്ടാവുന്ന ഒരു ഭാഗം കൂടിയാണ്. ഈ ഒരു സമയത്ത് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. ഈ മുനിസിപ്പാലിറ്റിക്ക് സമീപത്താണ് ഈ വീട് ഉള്ളത്. ആ ഒരു ഭാഗത്താണ് ഇന്നലെ രാത്രി മുതൽ നിർത്തിയിട്ട വാഹനമായിരുന്നു. ഈ റോഡിന്റെ ഒരു ഭാഗം അടക്കം ഇടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാവുന്നുണ്ട്. ശരി, ദൃശ്യം.